ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലാണ്. അതായത് ആ മണ്ണുത്തി സെൻറ്റർ ഉണ്ടല്ലോ, ആ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 3.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ ഇട്ടാ അത്ര അടുത്താണ്. നമുക്ക് കാണാം 5,150 സെൻറ്റ് സ്ഥലത്ത് 3 ബെഡ്റൂമോട് കൂടിയിട്ട് 1,360 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശം നമുക്ക് കാണാം വീതി കൂടിയ ഒരു ടാറിംഗ് റോഡാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വാഹനം നിർത്തിയിട്ടാലും മറ്റൊരു വാഹനം പോകാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ ഈ വരുന്ന വഴിയുണ്ടല്ലോ, ഫ്രണ്ടിൽ നിന്ന് വരുന്ന വഴിയാണ്, അതും അതേപോലെ തന്നെ 5-5.5 മീറ്ററോളം വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ്. അടുത്തൊക്കെ ധാരാളം വീടുകളുള്ള, പുതിയ വീടുകളുള്ള നല്ലൊരു വില്ലയാണ്. എല്ലാ വീടുകളിലും ഇപ്പോൾ ഓൾറെഡി ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വില്ല തന്നെയാണ്. നമുക്ക് ഈ ഒരു ഭാഗത്താണ് വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ്. സ്ലൈഡിംഗ് ആയിട്ടാണ്. വലിയൊരു ഇന്നോവ പോലുള്ള വാഹനമൊക്കെ നമുക്ക് ഇവിടെ നമ്മുടെ വീടിനകത്തോട്ട് കയറ്റി നിർത്താനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. വലിയൊരു വാഹനം ഈ ഭാഗത്ത് കയറ്റി നിർത്താം. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ബാക്കി സൈഡിൽ അപ്പുറം ബാക്ക് സൈഡൊക്കെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ കിണറാണ്, ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ എന്തെങ്കിലും തൈകൾ നടണമെങ്കിൽ ബേബി മെറ്റൽ മാറ്റി നമുക്ക് നടാവുന്നുള്ളൂ. 5,150 സെൻറ്റ് സ്ഥലമുണ്ട്. എത്ര വലിയ പ്രളയം, ഈ സമയത്ത് പോലും നമുക്ക് വെള്ളം മുകൾ വശത്തായിട്ട് നിൽക്കണം കേട്ടോ. അതുപോലെ എത്ര വലിയ പ്രളയം വന്നാൽ വെള്ളം കയറാത്തൊരു ഏരിയയാണിത്. വടക്കോട്ട് ദർശനമായിട്ട് വാസ്തു വിധി പ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിന് ഇപ്പുറത്തെ സൈഡിലൊരു സ്ലൈഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്ലൈഡിംഗ് ആയിട്ടാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലും നല്ല വീതി കൂടിയ പ്ലേസ് ആയാലേ ചെറിയ വാഹനമൊക്കെ കയറ്റി നിർത്താനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട്. 2 കാറ് ഓൾറെഡി നമുക്ക് വീടിനകത്തോട്ട് കയറ്റി നിർത്താം. അതുപോലെ ഒറിജിനൽ ഗ്രാസാണ് ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ സൈഡിൽ നടക്കാവുന്ന ടൈൽസൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. 5,150 സെൻറ്റ് സ്ഥലത്ത് 3 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. 1,360 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിന് അളവായി കൊടുത്തിരിക്കുന്നത്. വടക്കോട്ട് വാസ്തുവിധി പ്രകാരം തന്നെയാണ് വടക്കോട്ട് ദർശനമായിട്ട് വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട്. ഒരു കോർണർ ഷേപ്പിൽ വിൻഡോസും കൊടുത്തിരിക്കുന്നു. ഡബിൾ പാളി ഡോറ് തേക്ക് വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കയറി വരുന്നൊരു ലിവിങ് ഹാളാണ്. നല്ല വീതി കൂടിയ ഒരു ലിവിങ് ഹാൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു അടിപൊളി മൾട്ടി വുഡിൽ ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ CCTV ക്യാമറയുടെ ഒക്കെ പോർഷനൊക്കെ ഓൾറെഡി ഇവിടെ സെറ്റാണ് കേട്ടോ. മുകൾ വശത്ത് നമുക്ക് കാണാം കൺസീൽഡ് ആയിട്ടുള്ള LED ബൾബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ലിവിങ് ഹാളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ആർച്ചോട് കൂടി, മൾട്ടിവുഡിലുള്ള ഒരു ആർച്ചോട് കൂടി നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നു. അതേ മാച്ചിങ് ടൈൽ തന്നെ അപ്പോക്സിയൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും മുകൾ വശത്ത് കൺസീൽഡ് ആയിട്ട് LED ബൾബൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്, ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട്. ഇനി ഇവിടെ ഈ ഭാഗത്ത് ഒരു മിററൊക്കെ വരാനുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അതേ മാച്ചിങ് തന്നെയാണ് ടൈല് കൊടുത്തിട്ടുണ്ട്. വീതി കൂടിയ ടൈല് തന്നെയാണ്. നല്ല വീതി കൂടിയൊരു ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. UV ഷീറ്റിലാണ് ഇവിടെ അലമാരി വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. മുകൾ വശത്തും ധാരാളം ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. കളർ പെയിൻറ്റിങ്ങും വാം ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട്. അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല തരം കമ്പനിയുടെ മെറ്റീരിയലാണ് ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിച്ചിട്ട്. അതുപോലെ വാൾട്ടയിലൊക്കെ നല്ല വീതി കൂടിയ വാൾട്ടയിലാണ് കൊടുത്തിരിക്കുന്നത്. 2 കളറ് ഒക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലിവിങ് ഹാളിൻ്റെ ഈ ഒരു സൈഡിലാണ് 2ാമത്തെ ബെഡ്റൂം കേട്ടോ. കയറി വരുന്ന ലിവിങ് ഹാളിൻ്റെ ഈ ഒരു സൈഡിൽ വശത്തായിട്ടാണ് 2ാമത്തെ ബെഡ്റൂം. ഇവിടെയും അതേ മാച്ചിങ് തന്നെയാണ് ടൈല് കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ധാരാളം വിൻഡോസും കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തും നല്ല കളർ പെയിൻറ്റിങ്ങിലും വാം ലൈറ്റോട് കൂടിയിട്ട് ഹോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാൾഡ്രോപ്സും 3 പാളി ഡോറോട് കൂടിയിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം. വാൾട്ടയിലൊക്കെ വ്യത്യസ്ത തരം ടൈലുകളാണ്. വീതി കൂടിയ ടൈല് അതുകൊണ്ടാണ് അപ്പോക്സിയോട് കൂടി കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ എല്ലാ ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അമ്പലങ്ങളായാലും പള്ളികളായാലും വെറും ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ ആരാധനാലയങ്ങളും ഇവിടെയുണ്ട്. ഒരു ഓപ്പൺ കിച്ചൺ ഇവിടെ ഉണ്ട്. നല്ല വീതി കൂടിയൊരു
കിച്ചണായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെർവ് ചെയ്യാനുള്ളൊരു ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡ് ഡിസൈനുള്ള ടൈലാണ് ഇവിടെ ഫ്ലോർ ടൈലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേ മാച്ചിങ്ങിൽ വൈറ്റ് ആൻഡ് വുഡ് ഡിസൈനിലുള്ള കബോർഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് താഴെയും മുകളിലൊക്കെ ആയിട്ട്. ഇവിടെ ചെറിയ 4 പാളി വിൻഡോസ് കാണാട്ടോ, 2 സൈഡിലായിട്ട് കൺസീൽഡ് ആയിട്ടാണ് ഇവിടെയും LED ബൾബ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഭാഗത്ത് 4 പാളി ഡോറ് സെപ്പറേറ്റ് തുറക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ വീതി കൂടി ഒരു ഗ്രാനൈറ്റ് ടേബിൾ ടോപ്പിലും കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ ധാരാളം വാൾട്ടയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അപ്പോക്സി ചെയ്തിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു വർക്ക് ഏരിയ ആണ്. ഇവിടെയും അതേ സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ കബോർഡ് വർക്കൊക്കെ ധാരാളം താഴെയും മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട്. സൈഡിലൊക്കെ വാൾട്ടയിൽ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഭാഗം. ഈ ഭാഗത്തൊക്കെ ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. സൈഡ് അത് ഫ്രണ്ടിലേക്ക് കാണുന്ന ഭാഗമാണ് കണ്ടോ. നമ്മൾ സെക്കൻഡ് കാണിച്ചില്ലേ കാറ് കയറി വരുന്ന ഭാഗം, ആ ഭാഗമാണത്. ബാക്കിലൊക്കെ ബേബി മെറ്റലാണ് കൊടുത്തിരിക്കുന്നത്. 5,150 സെൻറ്റ് സ്ഥലത്ത് 3 ബെഡ്റൂമോട് കൂടിയ ഈ വീടിന് 1360 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് 61 ലക്ഷം രൂപയാണ് ഉടമ ഉദ്ദേശിക്കുന്ന വില കേട്ടോ. വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നേ ഉള്ളൂ. മുകൾ വശത്ത് ഹാങ്ങിങ് ബൾബൊക്കെ കൊടുത്തിട്ടുണ്ട്. ലോൺ ആവശ്യമെങ്കിൽ വിവിധതരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. താഴത്തെ നിലയിൽ 2 ഫ്ലോറും 2 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 1 ബെഡ്റൂമാണ്. ഇത് മുകളിലത്തെ ബെഡ്റൂമാണ്. വാൾ ടോപ്സ് ഈ സൈഡിലായിട്ട് ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കോർണർ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പുറമേക്ക് കാണാം, വ്യൂസ് കാണാം കണ്ട മറ്റുള്ള വീടുകളിലെ. അവർ ഈ സൈഡിലായിട്ടാണ് നമ്മൾ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മിററൊക്കെ വെച്ചിട്ട് അടിയിൽ അതിൻ്റെ കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം, 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വ്യത്യസ്ത തരം വാൾട്ടൈലുകളും എല്ലാം വാഷബിളോട് കൂടിയിട്ടുള്ള ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി പിന്നീടൊന്നും നമുക്ക് കുത്തിപ്പൊളിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുപോലെ എല്ലാ ബെഡ്റൂമിലും AC പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക്, അതായത് ഓപ്പൺ ബാൽക്കണിയിലേക്ക് കിടക്കുന്നത്. മുകൾ വശത്തെ ബാൽക്കണിയാണ് കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. 3-4 പേർക്കൊക്കെ ഈസി ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. നമ്മുടെ മുകൾ വശത്തു നിന്നുള്ള വ്യൂസാണ് നമ്മൾ കാണുന്നത്. എല്ലാം നല്ല അടിപൊളി വീടുകളാണ്. എല്ലാ വീടുകളിലും ഓൾറെഡി ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വില്ലയാണ്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 9.5 കിലോമീറ്ററുള്ളൂ. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ ആട്ടോ. അത്ര അടുത്ത് തന്നെയാണ് ബസ്സുകളുള്ളത്. എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇതൊരു ഓപ്പൺ ടെറസാണ്, പുറത്തേക്ക് കിടക്കുന്ന ഒരു ഭാഗം. ഇതിൽ 2 ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റത്തെ ഓപ്പൺ ടെറസാണ്. ഇനി ഡ്രസ്സൊക്കെ ചെയ്യാനും എന്തെങ്കിലും തോരിടാനും ഇതൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്താനുള്ള സ്പേസ് കൂടിയുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഓപ്പൺ ടെറസ് ഈ ഒരു സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മുകൾ വശത്ത് ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ടും ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഈ ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് വേണ്ട. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ധാരാളം സ്പേസ് ഉണ്ടെന്ന് പറയാം ഓപ്പൺ ടെറസായിട്ട് ഉപയോഗിക്കാൻ. ഏറ്റവും ടോപ്പിലേക്കാനുള്ള സ്റ്റൈൽ ഒരു സൈഡിലായിട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ ലോൺ ആവശ്യമെങ്കിൽ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതാണ്. വീടിന് ഉടമ ഉദ്ദേശിക്കുന്ന വില വെറും 61 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ് കേട്ടോ. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.